ഹലോ ടുഡേയ്സ്, ഞാൻ സിയാദ് ഇല്ലിഗൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മാർക്കറ്റ് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 3% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റ്. നമുക്കിനിയുള്ളത് ലോക്സഭ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷന് ശേഷം മാർക്കറ്റ് റാലി ചെയ്യുമോ? അങ്ങനെ റാലി ചെയ്താൽ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് സ്റ്റോക്കായിരിക്കും കൂടുതൽ റാലി ചെയ്യുക? ഓൾറെഡി റാലി ചെയ്യപ്പെട്ട സ്റ്റോക്കാണോ അതോ ഇടിഞ്ഞ് കിടക്കുന്ന സ്റ്റോക്കാണോ? ഓൾറെഡി റാലി ചെയ്യപ്പെട്ട സ്റ്റോക്കിന് ഇനി ഫർദറായിട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ഓൾറെഡി ഇടിഞ്ഞു കിടക്കുന്ന സ്റ്റോക്കിന് ഒരു ചെറിയൊരു ശുഭവാർത്ത വരാണെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയേക്കാം. അങ്ങനൊരു ചിന്ത നമ്മളെല്ലാ ആൾക്കാരുടെ മനസ്സിലേക്ക് ഉണ്ട്. ആ ഒരു ചിന്ത ആ ഒരു സൈഡിൽ വെച്ചേക്കാം. നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് പരിശോധിക്കാം. മാർക്കറ്റ് ഇനി ഫർദറായിട്ട് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റോക്കായിരിക്കും കൂടുതൽ ക്രാഷ് ചെയ്യുക? ഓൾറെഡി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ സ്റ്റോക്കാണോ അതോ ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കുന്ന സ്റ്റോക്കാണോ? സ്വാഭാവികമായിട്ടും ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് പൊതുവെ മാർക്കറ്റിൽ സമീപിക്കുന്ന ആളുകൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക്, ഏറ്റവും കൂടുതൽ നിലവിലെ അവസ്ഥയിൽ ഇടിഞ്ഞ് കിടക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് കണ്ടെത്താനുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാ ആളുകൾക്കും പൊതുവെ ഉണ്ടാവും. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ ഉപയോഗിച്ചാണ് സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിലാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓവർ സോൾഡ് സോണിലുള്ളത്, അത്തരം സ്റ്റോക്കുകളെ നമ്മൾ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ കുറച്ച് കമാൻഡുകൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രീതിയിൽ കണ്ടെത്തുന്ന സ്റ്റോക്കുകൾ ഒരു ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു സെല്ല് ചെയ്യാനായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നും ഞാൻ പറയുന്നില്ല. ഇത് ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് എന്താണ്, എങ്ങനെയാണ് സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത്, ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് കണ്ടെത്തുന്നത് എന്നത് നമ്മൾ കാണിക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴി കാണിക്കുന്ന ഒരു ചെറിയൊരു ഡെമോ വീഡിയോയാണ് ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുക. എനിവേ നമുക്ക് നേരെ ചാർട്ടിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്കും ആ ഒരു കമാൻഡ് എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നത് നമ്മൾ പരിശോധിക്കാം. നമ്മൾ സ്ക്രീനർ ചെക്ക് ചെയ്യുക. സ്ക്രീനർ എന്ന് പറയുന്ന ചാർട്ടിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ചാർട്ടിംഗ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഫ്രീ ആണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് സ്കാനിൽ വരും. ക്രിയേറ്റ് സ്കാനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് സ്കാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാൻ ഓപ്പൺ ആവും. നെറ്റ് ജസ്റ്റ് ഒന്ന് സ്ലോ ആണ്, ശ്രമിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യാം. ക്രിയേറ്റ് സ്കാൻ ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ നമ്മളിവിടെ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു പേജിൽ ഈ ഒരു പ്ലസ് സൈൻ നമ്മൾ കാണാം. എൻ്റെ മൗസ് ശ്രദ്ധിക്കുക, എൻ്റെ മൗസ് പ്ലസ് സൈൻ കാണാം. ആ പ്ലസ് സൈനിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം അവർ ചോദിക്കും സെലക്ട് മെഷർ റൂട്ട്. എന്താണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? RSI ആണ്. RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. സെലക്ട് ഓപ്പറേഷൻ. എന്താണ് RSIയിൽ എന്താ വേണ്ടത് നിങ്ങൾക്ക്? അപ്പോൾ RSIയിൽ തന്നെ ഡെയിലി RSI ഉണ്ടോ, അതായത് ടൈം ഫ്രെയിം ഡെയിലിയാണ്. എന്താ വേണ്ടത്? ക്രോസ് ബിലോ എന്താണ് നമ്പർ? എത്രയാണ്? 20 ആണോ? 20 വേണ്ട, 30. RSI 30ൽ താഴെയുള്ള സ്റ്റോക്കുകൾ, ഓവർ സോൾഡ് ആയ സ്റ്റോക്കുകൾ എവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്? ക്യാഷ് മാർക്കറ്റിലാണ്. ഈ ക്യാഷ് മാർക്കറ്റിൻ്റെ ക്യാഷിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നിഫ്റ്റി 500 വരെയുള്ള സ്റ്റോക്കുകളുണ്ട്. അതായത് എല്ലാ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇതിൽ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് റൺ സ്കാൻ കൊടുക്കാം. അപ്പോൾ നേരെ ഈ കമ്പനികളുടെ RSI 30ൽ താഴെയുള്ള ഡെയിലി ടൈം ഫ്രെയിമിൽ 30ൽ താഴെയുള്ള കമ്പനീസ് എല്ലാം തന്നെ വരും. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഏതാണ്? ഗിരാഷി മോട്ടോഴ്സ്, അതുൽ ലിമിറ്റഡ്, നിപ്പോൺ ഇന്ത്യ, സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ലിമിറ്റഡ്, JKV ലിമിറ്റഡ്, അതുപോലെ L&T മൈൻഡ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. നമുക്ക് പരിചയമുള്ള കമ്പനീസ് നോക്കാം. അതുൽ ഓട്ടോയല്ല, അതുൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ കമ്പനിയാണ്. ജസ്റ്റ് അതുലിനെ ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് ആക്ച്വലി വെച്ചിട്ടുണ്ട്. അതുൽ നമുക്ക് നോക്കാം. അതിലിപ്പോൾ 5790 രൂപയാണ്. ഇപ്പോൾ എന്താ, നമ്മൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് പഞ്ചറായ സ്റ്റോക്കുകളാണ് നമ്മൾ കാണുന്നത്. ഇടിഞ്ഞ് പൊളിഞ്ഞ് പഞ്ചറായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ കാണാൻ സാധിക്കുന്നു ഒരു കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിലാണ് സ്റ്റോക്ക് ഉള്ളത്. ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 10,000 എന്ന റേഞ്ചിൽ നിന്നൊക്കെ സ്റ്റോക്ക് അതിശക്തമായി താഴേക്ക് പതിച്ചു. കൂടെ ഒരു പ്രൈസ് റേഞ്ച് നോക്കാം, എത്ര പെർസെൻറ്റേജിൽ താഴെയാണുള്ളത് നോക്കാം.
നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ നോക്കുന്നത് 46% ഇടിഞ്ഞിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് ഈ ഒരു പ്രൈസ് എന്നാ എത്തിച്ചേർന്നിട്ടുള്ളത്? ഇതിൻ്റെ ഹിസ്റ്റോറിക് വാല്യൂ കാണാം. എൻ്റെ എക്സ് ആക്സിസിലേക്ക് വരാം. മൺഡേ 26 ഒക്ടോബർ 20, അതായത് ഏകദേശം ഒരു 2020 4 വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റോക്ക് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുന്നത് ഇത് വാങ്ങാനായിട്ടുള്ള റെക്കമെൻഡേഷൻ ഒന്നുമല്ല, എങ്കിലും 50% ഇടിഞ്ഞ ഓവർ സോൾഡായ ഒരു സ്റ്റോക്കാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇത് RSI 30 താഴെയാണോ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സെർച്ച് ബാറിൽ പോയി RSI എന്ന് ക്ലിക്ക് ചെയ്യുക, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് കാണാം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവാം, ഇവിടെ വന്നിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ RSIയുടെ വാല്യൂ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഞാനൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. RSIനെ പിടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം മുകളിലേക്ക്. ഓക്കെ, സോറി, ഇവിടെ ഒരു RSI ഉണ്ട്. കാണാം, കണ്ടോ, 29.51 RSI എന്ന് പറയുന്നത്. ഓവർ സോൾഡ് സോണിൽ പെട്ടിരിക്കുകയാണ് സ്റ്റോക്ക്. 29 നമ്മൾ ഇവിടുത്തെ ക്രൈറ്റീരിയ. 30 താഴെ വന്നു കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റോക്ക് എന്ത് രീതിയിലാണ് അടിമുടി ഇടിഞ്ഞ ഒരവസ്ഥയിലാണ് സ്റ്റോക്ക് ഉള്ളത്. ഓവർ സോൾഡ് റേഞ്ചിലാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കാം. ഫണ്ടമെൻ്റൽസ് നോക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീനറിൽ പോകാം, അതിനുശേഷം അതിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ വാല്യൂസ് കാണാൻ സാധിക്കും. മാർക്കറ്റ് ക്യാപ്പ് 17,000 ഉണ്ട്. അതായത് മാർക്കറ്റ് ക്യാപ്പ് 5,000 താഴെയുള്ളതാണ് സ്മോൾ ക്യാപ്പ്, 5,000-നും 20,000-നും ഇടയിലുള്ളതാണ് മിഡ് ക്യാപ്പ്, 20,000-ന് മുകളിലുള്ളതാണ് ലാർജ് ക്യാപ്പ്. ഇത് ഓൾമോസ്റ്റ് ഒരു മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പിലേക്ക് അടക്കുന്നുണ്ട് സ്റ്റോക്കിൻ്റെ ROC, ROE, ഡിവിഡൻഡ് ഈൽഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ മറ്റുള്ള ഈ കമ്പനിയുടെ PE ഒക്കെ നോക്കാം. അതിൻ്റെ PE 47. കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിലേക്കൊന്നും നമ്മൾ ന്യൂസോ അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂസ് അറിയാവുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ സ്റ്റോക്കിന് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വൈ അതുൽ ലിമിറ്റഡ് ഈസ് ഫോളിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാണ് ഇപ്പോൾ ഗൂഗിളുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീക്ക് ഡിമാൻഡ്, പ്രൈസ് എറക്ഷൻ, സ്ലഗ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്, വീക്ക് പ്രൊഡക്റ്റ് മിക്സ്, നെഗറ്റീവ് ഓപ്പറേഷൻ ലിവറേജ്. ഇനി ഇതിൻ്റെ ഈ ഒരു ഇതിൽ തന്നെ ന്യൂസിലൊക്കെ ക്ലിക്ക് ചെയ്യുക. അതിൽ അനൗൺസ്, ബൈബാക്ക്, അതിലായിട്ട് 2020 പഴയ ന്യൂസാണ് അല്ലേ, പഴയ ന്യൂസാണ്, പുതിയ ന്യൂസൊന്നുമില്ല. ഓക്കെ, ഇത് അതിലായിട്ട് എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് തന്നെ ഈ വൈ അതുൽ ഫോളിംഗ് എന്ന് പറഞ്ഞത് ജസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോളോ ചെയ്യാനുള്ള റീസൺസ് പല വീഡിയോസിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു സെർച്ച് എഞ്ചിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എനിവേ അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം. നമ്മളുടെ റഡാറിൽ കിട്ടിയ അടുത്ത സ്റ്റോക്ക്, നമുക്ക് പരിചയമുള്ള സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ L&T മൈൻട്രി അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിരിക്കുന്നത് എൻറ്റയർ ക്യാഷ് മാർക്കറ്റാണ്. ഇതിൽ നമുക്ക് നിഫ്റ്റി 50 മതിയെങ്കിൽ നിഫ്റ്റി 50 ആക്കി ഞാൻ ഇവിടെ എന്താക്കി, നിഫ്റ്റി 50 ആക്കിയതിന് ശേഷം റൺ സ്കാൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിഫ്റ്റി 50-ലുള്ള കമ്പനീസ് മാത്രം, RSI 30 താഴെയുള്ള കമ്പനീസ് മാത്രം കാണിക്കും. അപ്പോൾ ഏതാ കാണുന്നത്? L&T മൈൻട്രീനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ L&T മൈൻട്രി ആ ഒരു റേഞ്ചിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. L&T മൈൻട്രി RSI നിലവിലുണ്ട് കേട്ടോ. RSI നമ്മൾ മാറ്റിയിട്ടില്ല, ഡെയിലി ടൈം ഫ്രെയിമിലാണ്. കണ്ടോ, ഇതും 29.4 L&T മൈൻട്രിയുടെ RSI 30 താഴെയാണെന്ന് കാണാൻ സാധിക്കും. സ്റ്റോക്കും ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഡെയിലി ടൈം ഫ്രെയിമാണ്. സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ഉള്ളത് എത്രയായിരുന്നു? 7,400 7,400-ൽ നിന്ന് സ്റ്റോക്ക് എത്ര താഴെയാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. എത്ര കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാം. എത്ര കറക്റ്റ് ചെയ്തിട്ടുണ്ട്? 35% ഓൾറെഡി സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള മറ്റുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നിഫ്റ്റി 50 അല്ല, നിങ്ങൾക്ക് നിഫ്റ്റി 200 ആണെങ്കിൽ 200 ആക്കുക, റൺ സ്കാൻ ചെയ്യുക. അപ്പോൾ 200-ലും വേറെ കമ്പനീസ് ഇല്ല, L&T മൈൻട്രി ഉള്ളൂ. അപ്പോൾ 200 മാറ്റി 500 ആക്കുക, റൺ സ്കാൻ കൊടുക്കുമ്പോൾ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എൻറ്റയർ ക്യാഷ് മാർക്കറ്റ് നോക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന കമ്പനീസാണെന്ന് കാണാൻ സാധിക്കും. ഡെൽറ്റ കോർപ്പൊക്കെ നമുക്കറിയാം, ഇവരുടെ ഓൺലൈൻ ഗെയിമിന് 28% എന്ത് കൊടുത്തു?
26% GST, അതുപോലെ പല കമ്പനീസിൽ ഇടിയാനായിട്ട് പല റീസൺസ് ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സ്റ്റോക്കുകൾ ഇടിഞ്ഞു പൊടിഞ്ഞിരിക്കുകയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, എങ്കിലും സ്വാഭാവികമായിട്ട് ആളുകൾ ഏതാണ് ഒരു സിംഗിൾ, ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിളിലേക്കാണ് തിരികെ പോകുന്നത്. നിഫ്റ്റി കയറുകയാണെങ്കിൽ ഓൾറെഡി കയറിയ സ്റ്റോക്കാണോ കയറുക, അതോ ഇരിക്കുന്ന സ്റ്റോക്കാണോ കയറുക? അതുപോലെ തന്നെ നിഫ്റ്റി ഇടിയുകയാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കുറവായിരിക്കും, ഓൾ ടൈം ഹൈ ആയ സ്റ്റോക്കിലായിരിക്കും സെല്ലിംഗ് പ്രഷർ ഉള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം? അത് വളരെ സിമ്പിളാണ്. ഇതേ ഇതിൽ പോയി RSI ക്രോസ് ബിലോ എന്ന് പറയുന്നത്, നമ്മൾ ക്രോസ് എബോ 30 എന്ന് പറയുന്നത് 70 ആക്കി അല്ലെങ്കിൽ 80 ആക്കി കഴിഞ്ഞാൽ ഓവർ ബോട്ടായിട്ടുള്ള സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ 80 ഉള്ള നിഫ്റ്റി 500 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കമ്പനി ഉണ്ടെങ്കിൽ കാണും. ഇവിടെ 80 ഇല്ല എന്നാണ് പറയാൻ കാണിക്കുന്നത്. 70 നോക്കാം. 70 ഉണ്ട്. ബജാജ് ഓട്ടോ RSI 70 മുകളിലാണ്, ഓവർ ബോട്ട് സോണിലാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബജാജ് ഓട്ടോ കറക്റ്റാണോ എന്ന് കാണിക്കാം. ബജാജ് ഓട്ടോയാണ് കേട്ടോ. ബജാജ് ഓട്ടോ കണ്ടോ, നല്ല റാലിയിലാണ് സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ RSI വാല്യൂ എവിടെയാണ്? ഈ നമ്മൾ നേരത്തെ അതുൽ ലിമിറ്റഡും ഇതിൻ്റെ RSI 70 ക്രോസ് ചെയ്തു. കണ്ടോ, സ്റ്റോക്ക് നല്ലൊരു ട്രെൻഡിലാണ്, അപ്പ് ട്രെൻഡിലാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ RSI എബോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു? RSI എന്തായിരുന്നു നമ്മുടെ പാരാമീറ്റർ? ക്രോസ് എബോ 70. അപ്പോൾ RSI ക്രോസ് എബോ 70, ക്രോസ് ബിലോ 30 എന്ന് പറയുന്ന 2 പാരാമീറ്റർ ഉപയോഗിച്ച് സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഓവർ സോൾഡ്, ഓവർ ബോട്ട് സ്റ്റോക്കുകളുള്ള 2 സ്റ്റോക്കിനെ നമുക്ക് കണ്ടെത്തുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.